ഹലോ എവ്രി വൺ. അപ്പം നമ്മളിന്ന് പെട്ടെന്നൊരു യാത്ര പോവാണ് കേട്ടോ. വിഷുവിൻ്റെ തലേദിവസം, അതായത് ഇതിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് നാളായിട്ടുണ്ട്. അതായത് നമ്മൾ വിഷുവിൻ്റെ തലേദിവസമാണ് പെട്ടെന്ന് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മളൊരു വൈകുന്നേരം ഒരു 7-8 മണി നേരത്ത് പ്ലാൻ ചെയ്യുന്നു. പുലർച്ചെ 4 മണി 5 മണിയോട് കൂടി 4 മണിക്കാന്ന് തോന്നണം നമ്മൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കൊടൈക്കനാലിലേക്കാണ് പോയത്. അപ്പോൾ കൊടൈക്കനാലിൽ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡിങ് സ്ഥലങ്ങളിലേക്ക് ഒന്നും നമ്മൾ പോയില്ല. അതായത് അവിടേക്ക് ഒരു 8-9 മണിക്കൂർ നേരമൊക്കെ വെയിറ്റിംഗ് ആണ്, റോഡിൽ ക്യൂ നിൽക്കണം. കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് അത്രയും നമ്മളങ്ങനെ ഒരു വലിയൊരു ട്രിപ്പോ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് പോകുന്നതല്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ റൂമിലെത്തി. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മളുടെ റൂം. നമ്മളുടെ ഇതിൻ്റെ താഴേക്കാണ് കേട്ടോ റൂമുകളുള്ളത്. അപ്പോൾ നമ്മൾ മോൾ ഭാഗം നോക്കി എടുത്തതാണ്, കാരണം ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേ വാവ അവിടെ ഇങ്ങനെ ഒരു ബബിൾസ് ഒക്കെ ഇട്ട് കളിക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ ചെന്ന അന്ന് വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് വെറുതെ ഒന്ന് എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. പിന്നെ എന്താ പറയുക, നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാ സ്ഥലവും അങ്ങനെ കറങ്ങിയടിക്കുക അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രം പോയതാണ് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കങ്ങനെ ഭയങ്കര എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റിയ വലിയ വലിയ സംഭവങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതുവരെ പോയതിൽ വെച്ച് എനിക്ക് ഒട്ടും ഇഷ്ടം തോന്നിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ട്രിപ്പിന്. പക്ഷേ ആ ഒരു ഇതിനെ തിരിച്ചു വരുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, കാഴ്ചകൾ. അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നു. അതായത് നമ്മളുടെ ഇടുക്കി ഡാമിൽ നിന്ന്, അതോ പെരിയാറിൻ്റെ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൻ്റെ ഒരു വെള്ളം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ അവിടേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാതെ പോയത്, ഒരു പുഴ കണ്ടപ്പോൾ നിർത്തി അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലം മാത്രമാണ് എനിക്ക് ഈ ഒരു ട്രിപ്പിൽ ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്നു. ആ ഒരു കാടും അടിപൊളിയായിരുന്നു. പക്ഷെ നല്ല വലിയ കാടായിരുന്നു, പേടിച്ചാ വന്നേ. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ പുറത്തിറങ്ങി. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ വാവേനെ കുറച്ച് നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് സീനറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കുറേ നല്ല രസമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ടിബറ്റൻ സ്റ്റോഴ്സ് ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അവിടെ നിന്നുള്ള കുറേ പ്രൊഡക്ട്സ് ഒക്കെ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ബാർഗെയിൻ ചെയ്ത് കിട്ടുമോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ബാർഗെയിൻ ചെയ്യാനൊന്നും പോയില്ല. പിന്നെ ഓൾറെഡി ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലും ആയിരുന്നുമില്ല കേട്ടോ. പിന്നെ ഇത് രാവിലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് റെഡി ആവാൻ നിൽക്കുമ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് അപ്പനും മോളും കൂടി ഭയങ്കര ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അതൊന്നും ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. അവരറിയാതെ എടുക്കുമ്പോൾ രസമാണല്ലോ. അപ്പോൾ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കാഴ്ച ആയതുകൊണ്ടാണ് അത്തിരി ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനൊക്കെ ഇങ്ങനെ വല്ലപ്പോഴേ കിട്ടുള്ളൂ. പിന്നെ എപ്പോഴും ഉണ്ണീനെ നോക്കാൻ ആരെങ്കിലും ഒരാൾ ഉണ്ണീനെ നോക്കും. ഞാനെപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് ചേട്ടൻ കൂടുതൽ സമയം ഉണ്ണീനെ നോക്കുമായിരിക്കും. പിന്നെ ചേട്ടനും ഈ പറഞ്ഞ പോലെ അവളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് വളരെ കുറച്ചായതുകൊണ്ട് വീട്ടിലാണെങ്കിലും അല്ലെങ്കിലും എപ്പോഴാണെങ്കിലും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഉണ്ണീൻ്റെ കൂടെ ആയിരിക്കും. ഉറങ്ങുന്ന സമയത്തല്ലാതെ ഒരിക്കലും ആൾ തന്നെയായിട്ട് അങ്ങനെ ഇരിക്കാറില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ വരുന്ന സമയത്തുള്ള കുറച്ച് സീനറീസാണ്. ആകെ ഈ പച്ചപ്പും ഹരിതാഭയും മാത്രമാണ് അവിടെ എനിക്ക് എന്താ പറയുക, ഇപ്പം നമ്മൾ എവിടെ പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. മൂന്നാർ പോവുകയാണെങ്കിലും ഒക്കെ, ഊട്ടി ഒക്കെ പോകുന്നത് നമ്മൾ ഈ ഒരു ക്ലൈമറ്റും കാര്യത്തിനും അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചകൾക്ക് വേണ്ടി തന്നെയാണ് പോകുന്നത്. എങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ പോയാൽ നല്ല ചൂടുള്ള ആ ഒരു സമയമായിരുന്നു. അപ്പോൾ എന്താ പറയുക, കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കോച്ചി വിറങ്ങലിക്കുന്ന ആ ഒരു തണുപ്പൊന്നും അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അത്ര വലിയൊരു എൻജോയ്മെൻറ്റ് എനിക്ക് തോന്നിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ രാത്രി ഉറക്കം ഭയങ്കര മോശമായിരുന്നു. അതായത് റൂമിൻ്റെ കുഴപ്പമൊന്നുമല്ല കേട്ടോ. അതായത് ആദ്യമായിട്ടാണ് ഞാൻ സാധാരണ എനിക്കൊരു സ്ഥലത്ത് പോയി ഉറക്കം സെറ്റ് ആവാറില്ല. ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ നന്നായിട്ട് ഉറങ്ങിയതായിരുന്നു. പക്ഷേ അമ്മ പുലർച്ചെ 3 മണിയായപ്പോൾ തൊട്ട് എനിക്ക് ഗിരിരാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം നമുക്ക് ഉറങ്ങാനേ പറ്റിയില്ല. എൻ്റെ ഉറക്കം ശരിക്കും മുറിഞ്ഞുപോയി. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കമ്പം തേനിയൊക്കെ വഴി വന്നു. അപ്പോൾ അതേ മുന്തിരിപ്പാടമാണ് കേട്ടോ. മുന്തിരിപ്പാടമൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ എക്സ്പെക്റ്റേഷൻസും റിയാലിറ്റിയും തമ്മിൽ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അതും എന്നെ കുറച്ചധികം നിരാശപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഒരു യാത്ര പോയെന്നുള്ളത് അല്ലാതെ ഒരു വലിയൊരു എൻജോയ്മെൻറ്റ് എനിക്ക് ഈ ട്രിപ്പിൽ തോന്നിയില്ല. എന്നെ വളരെയധികം നിരാശപ്പെടുത്തിയ ഒരു യാത്രയും കൂടിയാണ് കേട്ടോ അത്. പിന്നെ മുന്തിരിത്തോട്ടം കാണാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സെൽഫികളും കാര്യങ്ങളൊക്കെ എടുത്തു. അതാണ് ഞാൻ ഇതിൽ അടുത്ത് ആഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഒരു കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത് കേട്ടോ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുതേ. ഓക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇതുപോലുള്ള നമ്മളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. മൈ ഹാപ്പിനെസ് എന്നാണ് നമ്മളുടെ ചാനലിൻ്റെ പേര്. ടാറ്റ, ബൈ ബൈ.